ശാനന്ദ് കൊച്ചുകൂടി നമ്മൾ ഈ പറയുന്ന ഈ ചികിത്സാ പിഴവുകളുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നീണ്ട നിരക്കിടയിലാണ് ആ വാർത്ത വരുന്നത്. ആ വാർത്ത വരുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് കൂടി CPM അതിനെ രാഷ്ട്രീയ ആക്കാം. അതിപ്പോൾ ഭരിക്കുന്ന UDF ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അത് രാഷ്ട്രീയ സ്ട്രാറ്റജി ആക്കും. പക്ഷേ അത് സത്യമായിരിക്കണം. അത് സത്യമായിരിക്കണം. അയോട്ട സത്യമില്ലാതെ വെറുതെ പെരുപ്പിച്ചാൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയെ തന്നെ അപഹസിക്കലാവില്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? ഹാഷ്മി, നമ്മൾ ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ ഈ വർഷം തന്നെ അന്തരിച്ച ശ്രീനിവാസൻ 91 അദ്ദേഹം എഴുതിയ സന്ദേശം സിനിമയിൽ നിന്ന് കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിലാകുന്നത്. അന്ന് അദ്ദേഹം എഴുതി വെച്ച മൃതദേഹങ്ങൾ രക്തസാക്ഷികളാകുന്നതും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഹാഷ്മി ഇപ്പോൾ പറഞ്ഞു 2 കത്രികയുടെ കാര്യം 3 കത്രികയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഇപ്പോൾ ഒരു മരിച്ചുപോയ ആൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ ഇത് 3ആണോ 4ആണോ ഇതുപോലെ കത്രികകൾ എത്ര ഇനിയും ആൾക്കാർ ഇവിടെ കേരളത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തായ ബ്രിട്ടാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാണുകയായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വലിയ വിജയഗാഥയെക്കുറിച്ചൊക്കെ. അത് പലതും ഇവിടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരും ഇവിടെ മിഷണറിമാരും ഇവിടെ പള്ളികൾ മുതൽ അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ച് മുതൽ സ്ഥാപിച്ച പല ആരോഗ്യ മേഖലയുടെ പല ഗുണഗണങ്ങളും നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ പല രീതിയിൽ അത് അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1980 ശേഷം കണക്കുകൾ പറയുന്നത് ഈ ഹെൽത്തിനുള്ള ബജറ്റ് ഔട്ട്ലേ കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. എന്നിട്ടും ഇപ്പോൾ പഴി വരുമ്പോൾ അവർക്കതൊന്നും അത് അംഗീകരിക്കില്ല. എന്നാൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ PR എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്തെ ഞാൻ ഒട്ടുമിക്ക നോർത്ത് ഈസ്റ്റ് ഒഴികെ രാജ്യത്ത് എല്ലായിടത്തും പോയിട്ടുള്ള ആളാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഫാർ 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 ബെറ്ററാണ്. അത് ഒരിടത് സർക്കാരിൻ്റെയോ ഒരു UDF സർക്കാരിൻ്റെയോ നേട്ടമല്ല, അത് കാലങ്ങളായി കേരളത്തിൻ്റെ നേട്ടമാണ്. അപ്പോൾ എന്തുകൊണ്ട് സർക്കാരിന് നല്ല കാര്യങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, നല്ല കാര്യങ്ങൾ പറയാൻ സർക്കാരിന് അവിടെ ഉദ്യോഗസ്ഥരെ വെച്ച് മാരകമായ ശമ്പളം കൊടുത്തൊരു PRD വകുപ്പുണ്ട്. തെറ്റുകൾ പിഴവുകൾ ചൂണ്ടിക്കാണിക്കലാണ് മാധ്യമധർമ്മം എന്നാണ് വ്യക്തിപരമായി ഞാനെങ്കിലും വിശ്വസിക്കുന്നത്. ശാന്ത് കൊച്ചുകൂടി അത് നമ്മുടെ അടുത്ത പ്രശ്നമല്ല. പ്രശ്നം എന്താണ്? പ്രശ്നം ഇവിടെ ഒരു ഇലക്ഷൻ മുഖം നിൽക്കുന്നു. ഇലക്ഷൻ മുഖത്ത് മന്ത്രിക്കെതിരെ ഒരു കയ്യേറ്റം എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാകുന്നു. അങ്ങേയറ്റം സെൻസിറ്റീവായ അന്തരീക്ഷത്തിൽ അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യണോ രാഷ്ട്രീയ നേതൃത്വം, അതോ ഒരു പാർട്ടി സെക്രട്ടറി വന്നു നിന്ന് ആരോഗ്യമന്ത്രിയുടെ കയ്യും കഴുത്തൊക്കെ പിടിച്ചൊടിച്ചു എന്ന് പറയാനാണോ വേണ്ടത്? ഞാൻ ആ വാർത്ത വായിക്കുന്നു, എനിക്ക് തന്നെ ചോര തിളച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കേരളത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രിയെ 4 പിള്ളേർ വന്നു കയ്യും കാലും ഓടിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു അക്രമമാണത്? അങ്ങനെയാണെങ്കിൽ അല്ല ഹാഷ്മി, ഇവിടെ നടക്കുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഇവിടെ ക്യാമറയുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഇപ്പോൾ രാത്രിയാണെങ്കിൽ പകൽ ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു അക്രമ ദൃശ്യം ഇതുവരെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നതായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മെഡിക്കൽ ബുള്ളറ്റിനുകളൊക്കെ വന്നതിന് ശേഷം അവർ രാമാനം ICUവിൽ നിന്ന് നേരിട്ട് ഒരു ആംബുലൻസ് പോലും ഇല്ലാതെ അവർ എങ്ങോട്ടോ കടന്നു കളഞ്ഞിട്ടുണ്ട്. അവരിനി എന്തെങ്കിലും ആയുർവേദ ചികിത്സയ്ക്കാണോ പോയത് എന്നറിയില്ല. ഇവിടെ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും എല്ലാം ഇവിടെ കലാപാഹ്വാനത്തിനുള്ള ശ്രമം നടത്തിയെന്ന് വരെ നമുക്ക് പറയാവുന്ന രീതിയിൽ. ഇന്നിപ്പോൾ ഞാൻ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജനറൽ സെക്രട്ടറി സഖാവ് ബേബി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഒരു കലാപം പോലും നടന്നിട്ടില്ല. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് ഇവിടെ CPMന്റെ ശ്രമം കലാപം ഉണ്ടാക്കാനുള്ള രീതിയിലാണ്. ഇവിടെ ഒരു ആക്രമം പോലും നടക്കാതെ തന്നെ ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി ഓഫീസുകൾ കത്തിക്കുന്നു, ചില ആൾക്കാരുടെ വീടുകളിൽ ബോംബെറിയുന്നു. വടകരയിൽ ഇന്നലെ ഇപ്പോൾ ഒരു KSUക്കാരൻ്റെ വീട്ടിൽ ബോംബെറിയുന്നു. ഇതുപോലെയുള്ള മാരകമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് CPMന് ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് അവസരം കിട്ടാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഇവിടെ റോഡിലിറങ്ങി പല വിദ്വേഷവും അശ്ലീലവും കലർന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് CPM ഇവിടെ കാട്ടിക്കൂട്ടിയത്? ചിന്താചോറവും ആ മുദ്രാവാക്യം എന്നാണ് ഈ പറയുന്ന വൃത്തികൾ പറഞ്ഞ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പറയുമ്പോൾ ചിന്താചോറവും അതുവരെ
ഇങ്ങനെ മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി ചിന്താ ജെറോം ആ മുദ്രാവാക്യം വരുമ്പോൾ ഭാഗ്യത്തിന് മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തുന്നില്ല. പക്ഷേ മുദ്രാവാക്യം പറയുന്നുണ്ട്. മുഷ്ടി ചുരുട്ടേണ്ട മുദ്രാവാക്യമല്ല എന്ന് ചിന്തക്കെങ്കിലും തോന്നിയല്ലോ. നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.